മങ്കര വാതക ശ്മശാനത്തിന്റെ ട്രയൽ റൺ നടത്തി. ട്രയൽ റൺ വിജയകരമാണെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഇതോടെ നീണ്ടകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ മങ്കരയിലെ വാതക ശ്മശാനം പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. അന്തരിച്ച മുൻ MLA KV വിജയദാസിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 45 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി സ്ഥാപിച്ചത്. 2016 ആരംഭിച്ച പദ്ധതി 2020 പൂർത്തിയാക്കി അന്നത്തെ ഭരണസമിതി ഉദ്ഘാടനം നടത്തിയിരുന്നു. എന്നാൽ ഒട്ടേറെ സാങ്കേതിക കാരണങ്ങൾ മൂലം പദ്ധതി പ്രവർത്തിപ്പിക്കാനായില്ല. തുടർന്നു വന്ന ഭരണസമിതി തുടർ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയതോടെയാണ് വാതക ശ്മശാനം പ്രവർത്തനക്ഷമമാക്കാൻ നടപടിയായത്. പദ്ധതി പ്രവർത്തിക്കാൻ വേണ്ട ലൈസൻസിന് കാലതാമസം നേരിട്ടു. പൊല്യൂഷൻ കൺട്രോളിൻ്റെ അനുമതി മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത്. ഇത് ലഭിക്കുന്ന മുറയ്ക്ക് വാതക ശ്മശാനം പ്രവർത്തിച്ചു തുടങ്ങുമെന്നും പദ്ധതിക്ക് വേണ്ടി ആവശ്യമായ 12 കുറ്റി ഗ്യാസ് സിലിണ്ടറിനുള്ള ഫണ്ടും പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെന്നും മാർച്ച് മാസത്തിനു മുമ്പ് ശ്മശാനത്തിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിയുമെന്നും സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. മൺമറഞ്ഞുപോയ KV വിജയദാസ് MLA ആയിരിക്കുമ്പോഴാണ് മങ്കര ഗ്രാമപഞ്ചായത്തിന് അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ 45 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്യാസ് ക്രിമിറ്റോറിയത്തിന് അനുമതി നൽകിയത്. നാളിതുവരെയായിട്ടും അത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കുന്നതിന് കഴിയാത്ത ഒരു സാഹചര്യം നിലനിന്നിരുന്നു. എന്നാൽ ഈ ഭരണസമിതി അധികാരം ഏറ്റെടുത്തപ്പോൾ അതിന് പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയതിന്റെ ഭാഗമായി അതിന്റെ ഫർണസ്, മറ്റ് 3 ഫേസ് കണക്ഷൻ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഇന്ന് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഗോകുൽദാസിനൊപ്പം വൈസ് പ്രസിഡന്റ് മല്ലിക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ EP സുരേഷ്, രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ രമേശ്, വിനോദ് കുമാർ, ചന്ദ്രിക, സെക്രട്ടറി ബാബു എന്നിവരും ട്രയൽ റൺ കാണാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.